ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 2 എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസിലെ 11th ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം. ലെറ്റ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആൻഡ് ക്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി ബി ടു ലീനിയർ polynomials such that p of 0 is equal to 5. The polynomial p of x minus q of x cuts the x-axis at 3,0. The sum p of x plus q of x is equal to 6x plus 4 for all real x. Find the polynomial p of x and q of x. അപ്പോൾ നമുക്കിവിടെ പി ഓഫ് എക്സ് എ എക്സ് പ്ലസ് ബി ആണ് എന്ന് തന്നിട്ടുണ്ട്, ക്യൂ ഓഫ് എക്സ് സി എക്സ് പ്ലസ് ഡിയുമാണ് എന്ന് തന്നിട്ടുണ്ട്. രണ്ടും രണ്ട് ലീനിയർ പോളിനോമിയൽസ് ആണ്. നമുക്ക് 3 കണ്ടീഷൻസും തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും കണ്ടുപിടിക്കണമെങ്കിൽ എയും ബിയും സിയും ഡിയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഈ 3 കണ്ടീഷൻസ് വെച്ച് നമുക്ക് എയും ബിയും സിയും ഡിയും ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. ലെറ്റ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി ആൻഡ് ക്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് കണ്ടീഷൻ യൂസ് ചെയ്യുന്നു. യൂസിങ് 1 യൂസ് ചെയ്യുന്നു. 1ൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പി ഓഫ് 0 ഈസ് ഈക്വൽ ടു 5 എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതായത് എക്സിന് നമ്മൾ 0 കൊടുക്കുന്നു. ഓക്കെ, പി ഓഫ് എക്സിലാണ് കൊടുക്കേണ്ടത്, ക്യൂ ഓഫ് എക്സിലല്ല. പി ഓഫ് 0 ആണ് നമുക്ക് 5 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പി ഓഫ് 0 5 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എ എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. എക്സിന് നമ്മൾ 0 കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതെന്താവും? എ ഇൻറ്റു എക്സിന് നമ്മൾ 0 കൊടുക്കുന്നു പ്ലസ് ബി ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഈ ടേം 0 ആയിട്ട് പോവും. നമുക്ക് എന്ത് കിട്ടി? ബി ഈസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടി. സോ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? എ എക്സ് പ്ലസ് 5 എന്ന് നമുക്ക് കിട്ടി. പി ഓഫ് എക്സ് എ എക്സ് പ്ലസ് 5 എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടീഷൻ തേർഡ് കണ്ടീഷനാണ്. തേർഡ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ യൂസ് ചെയ്യാം. യൂസിങ് കണ്ടീഷൻ 3. കണ്ടീഷൻ 3ൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സിൻ്റെയും സമ്മ് 6x പ്ലസ് 4ന് ഈക്വലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6x പ്ലസ് 4 ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പി ഓഫ് എക്സ് നമുക്ക് എന്ത് കിട്ടി? എ എക്സ് പ്ലസ് 5 കിട്ടി. അപ്പോൾ എ എക്സ് പ്ലസ് 5 പ്ലസ് ക്യൂ ഓഫ് എക്സ് എന്താണ്? സി എക്സ് പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 6x പ്ലസ് 4. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ എടുക്കാം? ഇവിടെ നിന്ന് എക്സ് നമുക്ക് കോമൺ എടുക്കാം അല്ലേ? ഈ 2 ടേമിൽ നിന്നും എക്സ് നമുക്ക് കോമൺ എടുക്കാം. അപ്പോൾ എന്ത് വരും? എ പ്ലസ് സി ഇൻറ്റു എക്സ് പ്ലസ് ബാക്കിയുള്ളത് 5 പ്ലസ് ഡി ആണ്. അത് നമ്മൾ ഇതേപോലെ എഴുതുന്നു. ഇസ് ഈക്വൽ ടു 6x പ്ലസ് 4 എന്ന് നമുക്ക് കിട്ടി. ഇനി നോക്കിയാൽ ഇവിടെ കോഎഫിഷ്യൻറ്റിനെ കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കമ്പയറിങ് കോഎഫിഷ്യൻസ്. ഇവിടെ കോഎഫിഷ്യൻസിനെ കമ്പയർ ചെയ്യുന്നു. വി ഗെറ്റ് എക്സിൻ്റെ കോഎഫിഷ്യൻസിനെ കമ്പയർ ചെയ്താൽ എന്ത് കിട്ടും? എ പ്ലസ് സി ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. എ പ്ലസ് സി ഇസ് ഈക്വൽ ടു 6. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അടുത്തത് 5 പ്ലസ് ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 4 എന്ന് കിട്ടും. 5 പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 4. ഇതിൽ നിന്ന് നമുക്ക് ഡി എന്ത് കിട്ടും? ഡി ഈസ് ഈക്വൽ ടു 4 മൈനസ് 5 ദാറ്റ് ഈസ് -1. അപ്പോൾ ഇവിടെ നമുക്ക് ഡി നമുക്ക് -1 എന്ന് കിട്ടി. അപ്പോൾ നോക്കിയേ, അങ്ങനെയാണെങ്കിൽ ക്യൂ ഓഫ് എക്സ് എന്തായിട്ട് മാറും? ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? സി എക്സ് പ്ലസ് ഡി ആണല്ലേ? അപ്പോൾ അതിലേക്ക് നമുക്ക് ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പം നോക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ അവിടെ കാണിച്ചത് കേട്ടോ. ക്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി. ഇതിൽ ഡിക്ക് നമ്മൾ -1 കൊടുക്കുന്നു. അപ്പോൾ
ക്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, സോ ക്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? സി എക്സ് മൈനസ് 1. ഇനി നമ്മൾ കണ്ടീഷൻ 2 യൂസ് ചെയ്യുന്നു. യൂസിങ് കണ്ടീഷൻ 2. കണ്ടീഷൻ 2വിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പി ഓഫ് എക്സ് മൈനസ് ക്യൂ ഓഫ് എക്സ് കട്ട് ദി എക്സ് ആക്സിസ് അറ്റ് 3,0. അതായത് പി ഓഫ് എക്സ് മൈനസ് ക്യൂ ഓഫ് എക്സ് എക്സ് ആക്സിസിൽ 3,0യിൽ കട്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? വെൻ എക്സ് ഈസ് ഈക്വൽ ടു 3, അപ്പോൾ y എന്തായിരിക്കും? y ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സിന് 3 കൊടുക്കുമ്പോൾ y 0 ആയിരിക്കും. അതാണ് ഇതിൻ്റെ മീനിങ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് 3 മൈനസ് ക്യൂ ഓഫ് 3 എന്തായിട്ട് എടുക്കാം? 0 ആയിട്ട് എടുക്കാം. പി ഓഫ് എക്സ് മൈനസ് ക്യൂ ഓഫ് എക്സ് എക്സ് ആക്സിസിൽ ഈ പോയിന്റിൽ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എക്സ് 3 ആയിരിക്കുമ്പോൾ y 0 ആയിരിക്കും അല്ലേ? അപ്പോൾ എന്തെഴുതാം? പി ഓഫ് 3 മൈനസ് ക്യൂ ഓഫ് 3 ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ യൂസിങ് കണ്ടീഷൻ 2, പി ഓഫ് എക്സ് മൈനസ് ക്യൂ ഓഫ് എക്സ് കട്ട്സ് എക്സ് ആക്സിസ് അറ്റ് 3,0. അപ്പോൾ നമുക്ക് എന്തെഴുതാം? പി ഓഫ് 3 മൈനസ് ക്യൂ ഓഫ് 3 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ പി ഓഫ് 3 എന്ന് വെച്ചാൽ എന്താ? എക്സിന് നമ്മൾ 3 കൊടുക്കുന്നു. അപ്പോൾ ഇതെന്താവും? 3a പ്ലസ് ബി ആവും. ബി ഓൾറെഡി നമ്മൾ 5 എന്ന് എഴുതിയിട്ടുണ്ടല്ലേ? അതാ ഇവിടെ ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പി ഓഫ് 3 എന്ത് വരും? 3a പ്ലസ് 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ പി ഓഫ് 3ക്ക് പകരം നമുക്ക് ഹിയർ പി ഓഫ് 3 എന്ത് വരും? 3a പ്ലസ് 5 വരും. ഇനി ക്യൂ ഓഫ് 3 അപ്പോൾ എന്ത് വരും? ക്യൂ ഓഫ് 3 എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ എക്സിന് 3 കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 3c മൈനസ് 1 വരും. അതുകൊണ്ട് ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? 3a പ്ലസ് 5 മൈനസ് 3c മൈനസ് 1. ഇവിടെ മൈനസ് സൈൻ ആയതുകൊണ്ട് ക്യൂ ഓഫ് 3 എഴുതുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇടണം. ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ക്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സി എക്സ് മൈനസ് 1ഉം പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് 5 രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയിരുന്നു അല്ലേ? ഈ ഇക്വേഷനകത്ത് വേണം നമ്മൾ വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ 3a പ്ലസ് 5 മൈനസ് 3c പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. 3a മൈനസ് 3c പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. 3a മൈനസ് 3c ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 6. ഇവിടുന്ന് നമുക്ക് 3 കോമൺ എടുക്കാം. അപ്പോൾ a മൈനസ് c ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 6. a മൈനസ് c ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 6/3 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 2. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കുന്നു. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു? a പ്ലസ് c ഈസ് ഈക്വൽ ടു 6 ആയിരുന്നു. ഇക്വേഷൻ 2 നമുക്ക് എന്ത് കിട്ടി? a മൈനസ് c ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 2 എന്ന് കിട്ടി. ഇനി ഈ രണ്ട് ഇക്വേഷൻസും കൂടെ നമ്മൾ സോൾവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷനെയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ആഡിങ് 1 and 2 എന്ത് കിട്ടും? ആദ്യം LHS ആഡ് ചെയ്യുന്നു. a പ്ലസ് സി പ്ലസ് a മൈനസ് സി ഇസ് ഈക്വൽ ടു 6 പ്ലസ് നെഗറ്റീവ് 2. ഇവിടെ c ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവുമാണ്, ക്യാൻസലായിപ്പോയി. 2a ഈസ് ഈക്വൽ ടു 4, a ഈസ് ഈക്വൽ ടു 4/2 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ a നമുക്ക് 2 എന്ന് കിട്ടി. ഇനി നമുക്ക് c കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? എയുടെ വാല്യൂവിനെ ഏതെങ്കിലും ഒരു ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് എ ഇൻ ഇക്വേഷൻ 1. അപ്പോൾ എന്ത് കിട്ടും? 2 പ്ലസ് c ഈസ് ഈക്വൽ ടു 6. c ഈസ് ഈക്വൽ ടു 6 മൈനസ് 2 ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് എന്തൊക്കെയാണ്? ഒന്നുകൂടെ ഞാനിങ്ങോട്ട് എടുത്തെഴുതുന്നു. a ഈസ് ഈക്വൽ ടു 2 കിട്ടി. b നമുക്ക് മുകളിൽ എന്ത് കിട്ടിയിരുന്നു? b നമുക്കിവിടെ 5 കിട്ടി. b ഈസ് ഈക്വൽ ടു 5 കിട്ടി. ഇപ്പോൾ c നമുക്ക് 4 കിട്ടി. d നമുക്ക് നെഗറ്റീവ് 1 കിട്ടി. ഇത്രയും വാല്യൂസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്?
ഫൈൻഡ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ്. പോളിനോമിയൽ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഹെൻസ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, പി ഓഫ് എക്സ് എന്തായിരുന്നു? എ എക്സ് പ്ലസ് ബി ആയിരുന്നു. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂസ് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 2x പ്ലസ് 5. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 5. ക്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? സി എക്സ് മൈനസ് ഡി ആയിരുന്നു അല്ലേ? സോറി, സി എക്സ് പ്ലസ് ഡി ആണ്. പ്ലസ് ഡി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ക്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x മൈനസ് 1. ഇതാണ് ക്യൂ ഓഫ് എക്സ് ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഇവിടെ നമ്മൾ കണ്ടീഷൻ 1 എ എക്സ് പ്ലസ് ബി 5 ഇട്ട് നമ്മൾ ചെയ്യുന്നു. പിന്നെ കണ്ടീഷൻ 3 യൂസ് ചെയ്യുന്നു. പിന്നെ കണ്ടീഷൻ 2 യൂസ് ചെയ്യുന്നു.